പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മിഷൻ 2026 നടപ്പിലാക്കാൻ തരൂരിന്റെ സഹായം തേടി. പ്രചാരണത്തിനായി തരൂരിനെ പരമാവധി മണ്ഡലങ്ങളിൽ എത്തിക്കാൻ കോൺഗ്രസ് കൂടിക്കാഴ്ച ശശി തരൂരിന്റെ വീട്ടിൽ. വിവരങ്ങളുമായി ഡി ബിനോയിയാണ് ചേരുന്നത്. ഡി ബിനോയ്, കോൺഗ്രസ് നേതൃത്വം പറഞ്ഞ മിഷൻ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പല നീക്കങ്ങളും നടക്കുകയാണ്. ഇപ്പോൾ ശശി തരൂരുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് വിശേഷങ്ങൾ? ഇന്ന് രാവിലെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശശി തരൂർ എംപിയുടെ തിരുവനന്തപുരത്തുള്ള വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച ഏകദേശം അരമണിക്കൂറോളം സമയം നീണ്ടുനിന്നു. ഫെബ്രുവരി 6 മുതലാണ് പ്രതിപക്ഷ നേതാവിന്റെ കേരള പര്യടനം ആരംഭിക്കുന്നത്. ഈ കേരള പര്യടനവുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക ജില്ലകളിലും ശശി തരൂരിനെ വേദികളിൽ എത്തിക്കുക എന്നൊരു നീക്കം കൂടി പ്രതിപക്ഷ നേതാവിനുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. അതിനു എല്ലാം ഉപരിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രകടന പത്രിക ഉൾപ്പെടെ തയ്യാറാക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നത് ശശി തരൂർ എം പി ആയിരുന്നു. ഇപ്രാവശ്യവും മിഷൻ 2026 നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തരൂരിനെ കൂടി മുൻനിർത്തി പ്രകടന പത്രിക തയ്യാറാക്കുകയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ നീക്കം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നീക്കം എന്ന് തന്നെ പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ശശി തരൂർ തിരുവനന്തപുരത്തെ കോൺഗ്രസ് ചടങ്ങുകളിലും വേദികളിലുമൊക്കെ സജീവമായി ഉണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം ഇന്ന് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് പോയി ശശി തരൂർ എം പിയുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരാതികളിൽ ഒന്ന് ശശി തരൂർ എം പിയെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളെ ശത്രുവായി കാണുന്നു എന്നുള്ളതായിരുന്നു. ഇത്തരം ഈ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നൊരു ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ ശശി തരൂർ എം പിയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 140 മണ്ഡലങ്ങളിൽ ശശി തരൂരിനെ എത്തിക്കാൻ കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ പരമാവധി മണ്ഡലങ്ങളിൽ ശശി തരൂരിനെ ഒരു താരപ്രചാരകനായി എത്തിക്കാനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നീക്കം. നിലവിലെ സാഹചര്യത്തിൽ തരൂരും കോൺഗ്രസുമായി വലിയ അടുപ്പത്തിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം എല്ലാ നേതാക്കളുമായി അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ടെലിഫോണിൽ സംഭാഷണങ്ങൾ നടത്തിയിരുന്നു. വരുന്ന ചടങ്ങുകളിലൊക്കെ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കണം എന്നൊരു നിർദ്ദേശം KPCCയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ തന്നെ ഇനി ശശി തരൂർ ഉണ്ടാകും എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്തരത്തിലുള്ള ചില ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ ഫെബ്രുവരി 6 തുടങ്ങുന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട കേരള പര്യടന പരിപാടിയിൽ അദ്ദേഹം ഉണ്ടാകും. അങ്ങനെ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് എല്ലാ പരിപാടികളിലും സജീവമാക്കി നിർത്താൻ തന്നെയാണ് ഇപ്പോൾ KPCC നേതൃത്വത്തിന്റെ തീരുമാനം. ശരി, വ്യക്തമാണ് ബിനോയ്. എന്തായാലും മിഷൻ 2026 തകൃതിയിൽ തന്നെ അവിടെ നടക്കുകയാണ്. ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തരൂരിനെ മാക്സിമം എല്ലാ മണ്ഡലങ്ങളിലും ഇറക്കാൻ തന്നെയാണ്, ഈ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ മണ്ഡലങ്ങളിലും ഇറക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും ഈ കൂടിക്കാഴ്ചയിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് ഡി ബിനോയിയാണ്.